തന്നെയുമല്ല, എന്റെ എതിർ സ്ഥാനാർത്ഥിക്ക് ബന്ധമുള്ള തൊട്ടടുത്ത തോട്ടത്തിൽ 11 രൂപയെ മിനിമം കൂലിയുള്ളൂ. നമ്മൾ 12 ആക്കിയാൽ അടുത്ത തോട്ടത്തിൽ തീർച്ചയായും സമരം വരും. ഇലക്ഷന്റെ ബഹളത്തിനിടയിൽ സമരം ഒതുക്കാൻ അയാൾക്ക് സമയം കിട്ടിയെന്ന് വരില്ല. അതും ബാലറ്റ് പേപ്പറിൽ എനിക്ക് ഗുണം ചെയ്യും. നീ എന്നേക്കാൾ മിടുക്കനാണ്. ജയൻ വന്നില്ല അല്ലേ? ഞാൻ നിന്നോട് പറഞ്ഞില്ലേ അവൻ വരില്ല എന്ന് പറഞ്ഞു? എടാ, ഞാൻ വിളിച്ചെന്ന് പറഞ്ഞില്ലേ? ഒക്കെ പറഞ്ഞു. എടാ, അവൻ നമ്മുടെ എതിർകക്ഷിയാ. ഫ്രണ്ട്ഷിപ്പിനേക്കാൾ വലുതാണല്ലേ അവന് പൊളിറ്റിക്സ്. മതിയടാ മതി. നീ എന്താ അല്ലിമലർക്കാവ് പെണ്ണ് കാണാൻ പോവാ? അവിടെ അണികൾ കാത്തിരിക്കുന്നു. ആരെ വേണമെങ്കിലും തല്ലിക്കോ, പക്ഷെ ജയനെ മാത്രം ഒന്നും ചെയ്യരുത്. പറഞ്ഞു കേട്ടല്ലോ, അവനെ തൊട്ടാൽ എന്റെ സ്വഭാവം മാറും. ഉണ്ണി, പോരിൽ മാറ്റാന്റെ ശിരസറക്കുന്നതാണ് യുദ്ധധർമ്മം. നീ ഉണ്ണിയാർച്ച കണ്ടിട്ടില്ലേ? എനിക്കൊന്നും കേൾക്കണ്ട. ജയനെ തുടരുത്. വേണ്ട, ജയനെ തൊടണ്ട. നമുക്ക് മറ്റുള്ളവരെ മർദ്ദിക്കാം. വായിൽ വെള്ളിക്കരണ്ടിയുമായി പിറന്നു വീണ ഒരു ശിശുവാണ് ഇപ്പോൾ കൊട്ടാരത്തിന്റെ മതിലുകൾ തകർത്ത് ജനസേവനത്തിനായി ഇറങ്ങി വന്നിരിക്കുന്നത്. കിരീടവും ചെങ്കോലും വലിച്ചെറിഞ്ഞ ബുദ്ധനെ പോലെ, അശോകനെ പോലെ ഈ ഉന്നത കുലജാതൻ സ്വന്തം സുഖസൗകര്യങ്ങൾ ത്യജിച്ച് അധികാരത്തിന്റെ മുൾക്കിരീടമണിയാൻ ധൈര്യസമേതം മുന്നോട്ട് വന്നിരിക്കുന്നത്. കൊട്ടാരത്തിൽ സുഖസമൃദ്ധിയോടെ കഴിയുമ്പോഴും യുവരാജാവിന്റെ മനസ്സൊന്നു മാത്രമേ മന്ത്രിക്കുമായിരുന്നുള്ളൂ. എനിക്ക് സേവിക്കണം, എനിക്ക് ജനങ്ങളെ സേവിക്കണം. ഈ യുവാവിന്റെ മനസ്സിലെ ആഗ്രഹങ്ങളെ പൂവണിയിക്കും. സുഹൃത്തുക്കളെ, അദ്ദേഹത്തെ വിജയത്തിന്റെ സിന്ദൂര തിലകമണിയിക്കും. യുവരക്തത്തിന്റെ പ്രതീകമായ നമ്മുടെ ആശയവും ആവേശവുമായ നിങ്ങളുടെ പ്രിയങ്കരനായ യുവരാജാവിന് നമ്മുടെ മഹീന്ദ്രവർമ്മ ഇളയരാജയ്ക്ക് ഓരോ വോട്ടുകളും നൽകി അദ്ദേഹത്തെ വിജയിപ്പിക്കണമെന്ന് താണ് വീണ് കേണ് അപേക്ഷിക്കുകയാണ്, അഭ്യർത്ഥിക്കുകയാണ്. അങ്ങനെ നമ്മുടെ നിനക്കൊക്കെ മിനിമം കൂലി 12 രൂപ തന്നതാരാ ഓർമ്മയുണ്ടോ? ഉണ്ടേ ചെറിയമ്പ്രാൻ. ആ, നമ്മുടെ ചിഹ്നം എന്താ? ചിഹ്നവും കുപ്പിയിലോട്ട് നോക്കണോ? ഉദയസൂര്യൻ, മനസ്സിലായോ? എന്താ ഉദയസൂര്യൻ? ആ, ഇതെന്തോന്നിനാ? പ്രഭാതത്തിന്റെ നവോന്മേഷത്തിന്. ഇതും അടിച്ചേച്ച് വേറെ വല്ലയിടത്തും മാറ്റി കുത്തിയ കളരിന്ന് ഞാൻ എന്റെ ഉറുമി എടുക്കും. വെറുതെ തന്റെ തല മണ്ണ് തീറ്റിക്കരുത്. വേറൊരു കണ. അങ്ങനെ നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി നമ്മുടെ ഇളയരാജയ്ക്ക് ഉദയസൂര്യൻ അടയാളത്തിൽ ഓരോ വോട്ടുകളും രേഖപ്പെടുത്തി അദ്ദേഹത്തെ വിജയിപ്പിക്കണം. അമ്മാവാ, വെച്ചോളൂ. ഇതും കൂടെ ഒരു 200 അടി അമ്മാവാ. ഉദയസൂര്യൻ മറക്കല്ല അമ്മാവാ. ഹലോ, എന്താണ് നേരം എടുക്കുന്നത്? തിരുവനന്തപുരത്തെത്തണം, അല്ലെങ്കിൽ ആ പോയി അവിടെ കുട്ടികളൊക്കെ ജയിച്ചു വന്നിട്ടുണ്ട്. നേരെ വേഗം ചെന്നില്ലേ വേറെ വല്ലവരെ ആക്കും. ഇനി നീ ഇല്ലെങ്കിലും അവർക്കൊരു ചുക്കുമില്ല. ആ മുഖ്യൻ വാക്ക് പറയാൻ മതി. എന്റെ കളരി പരമ്പര ദൈവങ്ങളെ, മാനക്കേട് ഉണ്ടാക്കല്ലേ. എവിടെ എവിടെ? ഞാനുണ്ട്, ഞാനുണ്ട്. ഓട്ടത്തിന്റെ രജിസ്ട്രേഷൻ എപ്പോ നടത്തണം? മഹീന്ദ്രവർമ്മ ഇളയരാജ വർഷത്തേക്ക് ജനങ്ങളെ പേടിക്കണ്ട, പക്ഷേ 140 MLA-മാരെ പേടിക്കണം. ആ മുഖ്യമന്ത്രിയെയും പേടിക്കണം. 1 വർഷം കഴിഞ്ഞാൽ അയാൾ നിന്നോട് ഇറങ്ങി പോകാൻ പറയും. നീ ഒരു പുതുമുഖമായിട്ടും നിനക്ക് ആഭ്യന്തരം അയാൾ തന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? നിന്നെ ഒരു ഡമ്മി മന്ത്രി ആക്കിയിട്ട് ഈ വകുപ്പൂടേക്ക് ഭരിക്കാനാണ്. ആദ്യമൊക്കെ കുറെ വഴി കൊടുത്തോളൂ, പക്ഷേ 2 മാസത്തിനകം കടിഞ്ഞാൽ നിന്റെ കയ്യിലിരിക്കണം. അതത്ര എളുപ്പമല്ല. 3 കോടി മലയാളികളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട മിട്ടുമിട്ടുക്കന്മാരാണ് നിന്റെ കൂടെയുള്ള 140 MLA-മാർ.
അവരെ കയ്യിലെടുക്കണമെങ്കിൽ നയം വേണം, കുറച്ചേറെ പണവും വേണം. ആ പണം നീ ഉണ്ടാക്കണം. എങ്ങനെ, എവിടെ നിന്നുണ്ടാക്കണമെന്ന് ഞാൻ പറയാതെ തന്നെ നിനക്ക് അറിയാമല്ലോ. അറിയാം. ആ, നീ നേരിട്ട് ഒറ്റ കാശ് വാങ്ങരുത്. ആരോപനും ബാബുവും അതിന് പറ്റും. ഭരണകക്ഷിയെന്നോ പ്രതിപക്ഷമെന്നോ ഭേദമില്ലാതെ ഏത് MLA വന്ന് എന്ത് പറഞ്ഞാലും സഹായിച്ചു കൊടുത്തേക്കണം. നിർലോഭം നമ്മുടെ രാഷ്ട്രീയ ഫണ്ടിൽ നിന്ന് അവർക്ക് പണവും കൊടുക്കണം. ഒറ്റ പൈസ സ്വന്തമായിട്ട് സമ്പാദിക്കരുത്. ചുരുങ്ങിയത് 20 MLA-മാരെങ്കിലും കയ്യിൽ വരുന്നത് വരെ. 20 MLA-മാർ നിന്റെ കയ്യിലുണ്ടെന്ന് ഒളിഞ്ഞും തെളിഞ്ഞും ഇടയ്ക്കിടെ അവരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കണം. ഈ വള്ളം മുക്കാനും പൊക്കാനും കഴിവുള്ളവനാണ് നീ എന്നറിഞ്ഞാലേ അവർ നിന്നെ ബഹുമാനിക്കും. പിന്നെ അവരുടെ വകുപ്പിലും നിന്നെ കൈയിട്ട് വരാം. തൽക്കാലം മുഖ്യമന്ത്രി ഒന്നും അറിയരുത്. ഒന്നും അറിയാത്ത ഒരു പൊട്ടനെ പോലെ നീ ഭാവിച്ചു വെക്കണം. ശരി. IG, ഹോം സെക്രട്ടറി, PA ഇവരെല്ലാം നിന്റെ വിശ്വസ്തരായിരിക്കണം. ഞാനിന്ന് ഫിനാൻസ് സെക്രട്ടറി മിസ്റ്റർ നമ്പ്യാരെ കണ്ടു. അയാളുടെ മകൾക്ക് നിന്റെ PA അയാൾ കൊള്ളാവുന്ന ഒരു ആഗ്രഹമുണ്ട്. ആലോചിച്ച് വേണ്ടത് ചെയ്യൂ. ഇരിക്കൂ. ഞാൻ അച്ഛനെ കണ്ടിരുന്നു. അച്ഛൻ നമ്പുരാൻ പറഞ്ഞു. സോറി മിസ്റ്റർ നമ്പ്യാർ, ഞാൻ മറ്റൊരാൾക്ക് വാക്ക് കൊടുത്തു പോയല്ലോ. ആർക്കാണ്? നിങ്ങൾ അറിയില്ല. ഇനിയും അവസരങ്ങൾ വരുമല്ലോ, അപ്പോൾ പരിഗണിക്കാം. ശരി, അപ്പോ ഞാൻ ഇറങ്ങട്ടെ. മിസ്റ്റർ നമ്പ്യാർ പിണങ്ങിപ്പോവുകയല്ലോ. വി ആർ ഫ്രണ്ട്സ്. ധനകാര്യവും ആഭ്യന്തരവും ഒരമ്മ മക്കളാണ്. അയ്യോ, അതെന്താ സാർ അങ്ങനെ പറയുന്നത്? സാറിനെ വിളിച്ചൊരു പാർട്ടി കൊടുക്കണമെന്ന് വീട്ടുകാരി ഇന്ന് രാവിലെ കൂടി പറഞ്ഞു. മറ്റു മന്ത്രിമാരെ ഒന്നും ഞാൻ വീട്ടിലേക്ക് ക്ഷണിക്കാറില്ല. സാറിനെ പോലെ അരിസ്റ്റോക്രസി ഉള്ള ഒരാളാകുമ്പോ. ഓക്കെ, സമയം പോലെ ഞാൻ വരാം. ശരി സർ. സി മിസ്റ്റർ നമ്പ്യാർ, എന്നെ സാറെന്ന് വിളിക്കരുത്. യു കോൾ മീ തമ്പുരാൻ. അതാണ് എനിക്കിഷ്ടം. ശരി തമ്പുരാൻ. ഓക്കെ, യു ക്യാൻ ഗോ. നീ എന്താടി എന്നാ ബൂത്തിലിരുന്ന് പറഞ്ഞത്? ചാരായ കുപ്പിക്ക് വോട്ടില്ലെന്നോ? നീയൊക്കെ അങ്ങ് അഴിഞ്ഞാടിയാ ഞാനങ്ങ് തോറ്റുവെന്ന് വിചാരിച്ചല്ലടി ചൂലേ. മഹി, നിങ്ങൾ കുറച്ചുകൂടെ മാന്യമായിട്ട് സംസാരിക്കണം, അല്ലെങ്കിൽ ഞാൻ ജോലി രാജിവെക്കും. ഓ പിന്നെ ജോലി രാജിവെച്ചിട്ട് നീ എങ്ങോട്ട് പോകും? നിന്നെ അറസ്റ്റ് ചെയ്ത് റിമാൻഡിൽ വെച്ച് ഞാൻ ഇവിടെ പണിയിക്കും. ആഹാ, ആഭ്യന്തരമന്ത്രിയോടാണോ കളി? എടീ, നിൽക്കാൻ. ലക്ഷ്മി, അവിടെ നിൽക്കാൻ. രാജിക്കത്തെഴുതി എങ്ങാനും ഇവിടെ വരും, നിന്റെ കുടുംബം ഞങ്ങൾ കൊണ്ടോട്ടും. ആഹാ, നീ എന്ത് വിചാരിച്ചടി? രാജിവെക്കൂ. ആഭ്യന്തരമന്ത്രി മഹേന്ദ്രവർമ്മയും PA ലക്ഷ്മിയും തമ്മിൽ ഉടക്ക്. പ്രണയകലഹമോ പുഞ്ചിരിയോ? തെക്കുംകൂർ കോവിലകത്തെ ഇളയരാജാവും ആഭ്യന്തരമന്ത്രിയുമായ മഹേന്ദ്രവർമ്മയുടെ കാമുകിയാണ് ലക്ഷ്മി. ഇളയരാജാവിന്റെ പ്രത്യേക താല്പര്യപ്രകാരമാണ് സൂപ്രണ്ട്സ് ഓഫീസിലെ ക്ലർക്കായിരുന്ന ഈ സുന്ദരിയെ ട്രാൻസ്ഫർ വാങ്ങി അനന്തപുരിയിൽ കൊണ്ടുവന്നത്. ആരെ ഈ കൈമള്? ഞാൻ അവനെ കൊല്ലും. ഒരു കാര്യമില്ല. ഒരുത്തനെ കൊന്നാൽ 100 പേര് വേറെ ഉണ്ടാവും. സൂക്ഷിക്കേണ്ടത് നമ്മളാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ താല്പര്യമുണ്ടെങ്കിൽ അതിന് വേറെ എന്തെല്ലാം മാർഗങ്ങളുണ്ട്. സ്വന്തം PA തന്നെ വേണമെന്നുണ്ടോ? ഇതങ്ങനെ ഒന്നുമല്ല സാർ. എന്താ ഞാൻ പറയേണ്ടത്? അതൊക്കെ പോട്ടെ. ഞാൻ വിളിപ്പിച്ചത് ഒരു പ്രത്യേക കാര്യം പറയാനാണ്. കൃഷ്ണഗിരിയിൽ കുറെ കുടിയേറ്റ കർഷകരും ആദിവാസികളും ചേർന്ന് സർക്കാർ വനം കയ്യേറിയിട്ടുണ്ട്. വർഷങ്ങളായി അവരവിടെ താമസിക്കുന്നു. പട്ടയം കൊടുക്കാമെന്ന് കഴിഞ്ഞ മിനിസ്ട്രിയിൽ ഞാൻ തന്നെ സമ്മതിച്ചതാണ്. പക്ഷേ ഇപ്പോഴൊരു നോർത്ത് ഇന്ത്യൻ കമ്പനിയുടെ ഓഫർ വന്നിരിക്കുന്നു. കുടിയേറ്റക്കാരെ കുടിയൊഴിപ്പിച്ചു കൊടുത്താൽ ഒരു തോട്ടം ഉണ്ടാക്കാനുള്ള പണം അവർ ഇൻവെസ്റ്റ് ചെയ്യും. റവന്യൂ മന്ത്രി നോട്ടീസ് അയച്ചിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ടൊന്നും കാര്യമില്ല. മര്യാദയ്ക്ക് പറഞ്ഞാൽ അവർ കുടിയൊഴിയില്ല.
ഒരു പോലീസ് അറ്റാക്കിന് വേണ്ടി വരും. ഐ മീൻ ലാത്തിചാർജ്, വെടിവെപ്പ് എന്ന് വേണ്ട, ആകെ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചെടുത്താലേ അവരൊഴിയൂ. ഇത്രയേറെ ആളുകളെ കുടിയൊഴിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അവരൊക്കെ എങ്ങോട്ട് പോകും? കിടപ്പാടം ഇല്ലാതാക്കുക എന്നൊക്കെ പറഞ്ഞ അതൊക്കെ തെറ്റല്ലേ സാർ? ഒരു സാധാരണക്കാരന്റെ ദൃഷ്ടിയിൽ തെറ്റാണ്. നമ്മളൊക്കെ രാഷ്ട്രീയക്കാരാണ്. രാഷ്ട്രീയത്തിൽ തെറ്റും ശരിയും ഒന്നുമില്ല മഹേന്ദ്ര. ഈ പൊതുജനം എന്ന് പറയുന്നവന് രാഷ്ട്രീയത്തിൽ ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് ഒന്നും അറിയില്ല. നാം ഇതുവരെ എത്താൻ ലക്ഷങ്ങളും കോടികളും ചെലവഴിച്ചിട്ടുണ്ട്. ഇതൊന്നും സർക്കാർ പണമല്ല, എന്റെ കുടുംബ സ്വത്തല്ല, പാർട്ടി അണികളുടെ മെമ്പർഷിപ്പ് ചെയ്യുമല്ല, വൻകിടക്കാരിൽ നിന്നും വാങ്ങിയതാണ്. മഹിക്കറിയാമോ, കുടിയൊഴിപ്പിച്ച് തരാമെന്ന് പറഞ്ഞ് കഴിഞ്ഞ ഇലക്ഷനിൽ 75 ലക്ഷം രൂപ ആ ബോംബെ കമ്പനിക്കാരോട് വാങ്ങിക്കഴിഞ്ഞു. അവരോട് വിശ്വാസവഞ്ചന കാണിച്ചാൽ അടുത്ത ഇലക്ഷൻ വരുമ്പോൾ നമ്മൾ എവിടെ പോകും? തന്റെ ആദ്യത്തെ അസൈൻമെന്റ് ആണിത്. DIG ആന്റണിയാണ് ഇതിന് പറ്റിയ ആൾ. പങ്കെടുക്കുന്ന പോലീസുകാർക്ക് എന്തും ചെയ്യാനുള്ള മനോവീര്യം താൻ കൊടുക്കണം. ഒരു 2000 രൂപ വീതം ക്യാഷ് അവാർഡ് ഓഫർ ചെയ്തേക്കും. ക്യാഷ് അവാർഡ് കൊടുക്കാൻ ഫണ്ടില്ലല്ലോ സാർ. കൊടുക്കണമെന്ന് ആര് പറഞ്ഞു? ഓഫർ ചെയ്യണമെന്നല്ലേ പറഞ്ഞുള്ളൂ.